നമസ്കാരം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്, അതിലെ ഓരോ സബ് ടോപ്പിക്കുകളുമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് ഫോറസ്റ്റ് എന്ന് പറയുന്ന സബ് ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന സബ് ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന സബ് ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. 2-3 ക്ലാസ് കൊണ്ട് നമുക്ക് ഈ ഭാഗം പൂർത്തിയാക്കാം. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന സബ് ടോപ്പിക്കാണ് അല്ലേ. വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? വന്യജീവികൾ അല്ലേ. അപ്പോൾ ആദ്യം അതിനൊരു നിർവചനം നമുക്ക് പറയാം. എന്താണ് വൈൽഡ് ലൈഫ് എന്ന് ചോദിച്ചാൽ, വന്യജീവി എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? മനുഷ്യൻ്റെ ഇടപെടലുകളില്ലാതെ ഒരു സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ജീവിച്ചു വരുന്ന ഏത് ജീവിയെയും നമുക്ക് വന്യജീവി എന്ന് പറയാം. അതിൻ്റെ ആവാസ മേഖല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ വനമാകാം, പർവ്വത മേഖലയാകാം, ജലാശയങ്ങളാകാം, സമുദ്രം പോലുള്ള ജലാശയങ്ങളൊക്കെ ആയെന്നിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥയിൽ മനുഷ്യൻ്റെ ഇടപെടലുകളില്ലാതെ ജീവിച്ചു വരുന്ന ഏതൊരു ജീവിയെയും നമുക്ക് വന്യജീവി എന്ന് പറയാം. അതിനകത്ത് ജന്തു ഉണ്ടാവും, അതിനകത്ത് സസ്യമുണ്ടാവും അല്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് വന്യജീവികളുടെ പ്രാധാന്യം എന്ത് അല്ലേ, അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കണം. പ്രസ്താവന രീതിയിലായിരിക്കും അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരിക. വന്യജീവികളുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, ആവാസ വ്യവസ്ഥയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിൽ വന്യജീവികൾക്ക് ഒരു പ്രാധാന്യമുണ്ട്. ആവാസ വ്യവസ്ഥയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നു, അതിലൊരു പങ്ക് വഹിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സാമ്പത്തിക മൂല്യമുണ്ട്. വന്യജീവികൾക്ക് സാമ്പത്തിക മൂല്യമുണ്ട് അല്ലേ. ആ സാമ്പത്തിക മൂല്യമില്ലെങ്കിൽ കാട്ടിൽ വന്യജീവികളെ വേട്ടയാടാനായിട്ട് പോകുമോ അല്ലേ. അതിൻ്റെ കൊമ്പും പിന്നെ അത് കഴിഞ്ഞിട്ട് പല്ലും രോമവും ഒക്കെ പറിച്ചുകൊണ്ട് വരുന്നത് എന്തുകൊണ്ടാണ്? സാമ്പത്തിക മൂല്യം തീർച്ചയായിട്ടും വന്യജീവികൾക്ക് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സാമൂഹികവും സാംസ്കാരികവുമായ പ്രാധാന്യം. ഓരോ ജീവികൾക്കും സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ഔഷധ മൂല്യവുമുണ്ട്. അപ്പോൾ വന്യജീവികളുടെ പ്രാധാന്യം എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ മനസ്സിലാക്കി ഒന്ന് വെച്ചാൽ മതി, കേട്ടുവിട്ടാൽ മതി. ആവാസ വ്യവസ്ഥയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിൽ വന്യജീവികൾക്ക് പങ്കുണ്ട്. അതിനൊരു സാമ്പത്തിക മൂല്യമുണ്ട്. സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഔഷധ മൂല്യമുണ്ട്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വന്യജീവികളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന സംഗതികൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ വേണം. വന്യജീവികളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് ജനസംഖ്യാ വർധനവാണ്. ജനസംഖ്യ വർദ്ധിക്കും തോറും ഈ പറഞ്ഞ എന്താണ്, മനുഷ്യൻ കൂടുതൽ വനഭൂമി ഈ പറഞ്ഞ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. അത് ജീവജാലങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥയുടെ നഷ്ടപ്പെടലിൽ കലാശിക്കും. അത് വന്യജീവികളുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കും അല്ലെ. അപ്പൊ ജനസംഖ്യാ വർധനവ്, ആവാസ വ്യവസ്ഥയുടെ നഷ്ടപ്പെടൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് കാലാവസ്ഥാ വ്യതിയാനം അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അധിനിവേശ ജീവജാലങ്ങൾ അല്ലെ. അധിനിവേശ ജീവജാലങ്ങൾ ഇപ്പൊ നമ്മുടെ നാട്ടില് മറ്റൊരു നാട്ടിൽ നിന്നുള്ള ഒരു സസ്യമോ ജന്തുവോ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് എന്താണ്, ഈ പറഞ്ഞ ഇവിടെയുള്ള സ്വാഭാവികമായിട്ടുള്ള ജീവജാലങ്ങളെ നശിപ്പിച്ചേക്കും അല്ലെ. നമ്മൾ യൂക്കാലിപ്സ് മരത്തിന്റെ കാര്യം പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പച്ച, ധൃതരാഷ്ട്ര പച്ച, ഇതൊക്കെ ഈ പറഞ്ഞ അധിനിവേശ സസ്യങ്ങൾക്ക് ഉദാഹരണമാണെന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലുള്ള യഥാർത്ഥ സസ്യങ്ങളല്ല, വിദേശത്ത് നിന്ന സസ്യങ്ങളാണ്. ഈ പറഞ്ഞ സസ്യങ്ങൾ വന്നപ്പോൾ നമ്മുടെ നാട്ടിലുള്ള സ്വാഭാവിക സസ്യജാലത്തിന് ഭീഷണിയായിട്ട് മാറി അല്ലെ. അതുപോലെ തന്നെ ജന്തുക്കളുമുണ്ട്. ഇപ്പോൾ ആഫ്രിക്കൻ മുഷി എന്ന് പറയുന്ന മത്സ്യം,
അത് നമ്മുടെ ജലാശയങ്ങളിൽ വരുന്നത് കൊണ്ട് മറ്റ് ജീവജാലങ്ങൾക്ക് എത്ര തരത്തിലുള്ള ദോഷമാണുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആഫ്രിക്കൻ പായല് ഇതൊക്കെ എങ്ങനെയാണ് മറ്റു ജീവജാലങ്ങൾക്ക് ദോഷം വരുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അധിനിവേശ ജീവജാലങ്ങൾ അപ്പോൾ നമ്മുടെ വന്യജീവികളുടെ നിലനിൽപ്പിന് ദോഷകരമാകുന്ന കാര്യങ്ങൾ കുറച്ച് ഒന്ന് നോട്ട് ചെയ്തതാണ്. അതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തോട്ട് വരാം. തീർച്ചയായിട്ടും ഇനി പറയാൻ പോകുന്ന ഭാഗത്തുനിന്ന് ഈ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉറപ്പായും ചോദിക്കും. നമ്മളൊരു കരാറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കരാർ, അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു കരാർ. അന്താരാഷ്ട്ര തലത്തിലുള്ള കരാർ എന്ന് പറയുമ്പോൾ ഈ കരാർ എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. വന്യജീവികളുടെ വ്യാപാരം, വാണിജ്യം. വന്യജീവികളുടെ വ്യാപാരവും വാണിജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അന്താരാഷ്ട്ര കരാർ, രാജ്യങ്ങൾ തമ്മിലുള്ള വന്യജീവികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വാണിജ്യവും വ്യാപാരവുമായി ബന്ധപ്പെട്ട കരാറാണ് ഏത്? സൈറ്റ്സ് എന്ന് പറയുന്ന കരാർ. ആദ്യമേ തന്നെ പറയാം, സൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു കരാറാണ്. സൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു സംഘടനയല്ല, ഒരു NGO, ഒരു സംഘടന അല്ല. സൈറ്റ്സ് എന്താണ്? സൈറ്റ്സ് ഒരു കരാറാണ്. ആ കരാർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അന്താരാഷ്ട്ര തലത്തിലുള്ള വന്യജീവികളുടെ വ്യാപാരവും വാണിജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കരാറാണ് സൈറ്റ്സ്, അല്ലെ? ആ സൈറ്റ്സിന്റെ പൂർണ്ണ രൂപം എന്ത് എന്ന് ചോദിച്ചാൽ ദി കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡാഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറ. വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറ. The Convention on International Trade in Endangered Species of Wild Fauna and Flora എന്നുള്ളതാണ് സൈറ്റ്സിന്റെ പൂർണ്ണരൂപം. അതൊരു അന്താരാഷ്ട്ര കരാറാണ്. 1973 ഈ കരാർ ഒപ്പുവെക്കപ്പെട്ടത്. 1973 ഈ കരാർ ഒപ്പുവെക്കപ്പെട്ടത്. ഈ കരാറിനെ നമ്മൾ വാഷിംഗ്ടൺ കരാർ എന്നും വിളിക്കും. സൈറ്റ്സ് കരാറിനെ നമ്മൾ എങ്ങനെയും വിളിക്കും? വാഷിംഗ്ടൺ കരാർ എന്നും വിളിക്കും. എന്തുകൊണ്ടാണ് വാഷിംഗ്ടൺ കരാർ എന്ന് വിളിക്കുന്നത്? 1973 ഈ കരാർ ഒപ്പിടപ്പെട്ടത് എവിടെ വെച്ചിട്ടാണ്? വാഷിംഗ്ടണിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് ഈ കരാറിനെ വാഷിംഗ്ടൺ കരാർ എന്ന് വിളിക്കും. അപ്പോൾ സൈറ്റ്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളിലോട്ട് വരാം. സൈറ്റ്സ് സർക്കാരുകൾ തമ്മിലുള്ള അന്താരാഷ്ട്ര കരാറാണ്. സർക്കാരുകൾ തമ്മിലുള്ള വന്യജീവികളുടെ വ്യാപാരവും വാണിജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര കരാറാണ്. അടുത്ത പോയിന്റ് നോക്ക്. അംഗരാജ്യങ്ങൾക്ക് കരാറിലെ വ്യവസ്ഥകൾക്ക് നിയമപരമായി ബാധകമാണ്. ഈ കരാറിലെ വ്യവസ്ഥകൾ അംഗരാജ്യങ്ങൾക്ക്, ഈ കരാറിൽ ഒപ്പിട്ടിരിക്കുന്ന അംഗരാജ്യങ്ങൾക്ക് നിയമപരമായിട്ട് എന്താണ്? ബാധകമാണ്. പക്ഷെ ഈ കരാറിൽ പറയുന്ന എന്താണ് വ്യവസ്ഥകൾ ഒരു രാജ്യത്തിന്റെ നിയമമാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഈ കരാറിൽ പറയുന്ന വ്യവസ്ഥകൾ പരസ്പരം പാലിക്കപ്പെടേണ്ടതാണ്. അംഗരാജ്യങ്ങൾ തമ്മിൽ പരസ്പരം പാലിക്കപ്പെടേണ്ടതാണ്. അപ്പൊ സൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര കരാറാണ്. വന്യജീവികളുടെ വ്യാപാരവും വാണിജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര കരാറാണ്. ഞാൻ പറഞ്ഞു ഇതൊരു കരാറാണ്, ഇതൊരു സംഘടനയല്ല. അപ്പൊ ഈ കരാറിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആ സൈറ്റ്സിന്റെ സെക്രട്ടേറിയറ്റ് ഏത് എന്ന് ചോദിച്ചാൽ അത് UNEP ആണ്, അല്ലെ? സൈറ്റ്സ് എന്തല്ല, ഒരു സംഘടനയല്ല, അതൊരു കരാറാണ്. അപ്പൊ ഈ കരാറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കുന്ന സൈറ്റ്സിന്റെ സെക്രട്ടേറിയറ്റ് എന്താണ്, ഏതാണ് എന്ന് ചോദിച്ചാൽ അത് UNEP ആണ്. UNEP എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിസ്ഥിതി ഏജൻസിയാണ്. ഏത്? യുണൈറ്റഡ് നാഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം, അല്ലെ? നെയ്റോബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിസ്ഥിതി ഏജൻസിയാണ് ഏത്? UNEP, അല്ലെ? അപ്പോൾ സൈറ്റ്സിന്റെ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് UNEP ആണ് എന്ന് ഓർത്തു വയ്ക്കണം. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ വന്യജീവി സംരക്ഷണ നിയമം പഠിച്ചു, അല്ലെ? 1972 വന്യജീവി സംരക്ഷണ നിയമം. അതിനകത്ത് ഇത്ര അധ്യായങ്ങളുണ്ട്, ഇത്ര ഷെഡ്യൂൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ 4 ഷെഡ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെ? എന്നിട്ട് പറഞ്ഞു ഷെഡ്യൂൾ 1 വളരെയധികം വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവജാലങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു, അല്ലെ എന്ന് പറഞ്ഞു. അതുപോലെ സൈറ്റ്സ് എന്ന് പറയുന്ന കരാറിനകത്തും ഇതുപോലെ ഷെഡ്യൂൾ ഉണ്ട്. പക്ഷേ അവിടെ നമ്മൾ ഷെഡ്യൂൾ എന്നല്ല പറയുക, അവിടെ നമ്മൾ വേറൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്, അനുബന്ധം
അഥവാ അപ്പൻഡിക്സ്, സൈഡ്സ് അപ്പൻഡിക്സ് 1, സൈഡ്സ് അപ്പൻഡിക്സ് 2, സൈഡ്സ് അപ്പൻഡിക്സ് 3. അതായത് സൈഡ്സ് അനുബന്ധം 1, 2, 3 എന്നിങ്ങനെ 3 അനുബന്ധങ്ങളുണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. സൈഡ്സിന്റെ അനുബന്ധം 1 അതിൽ പ്രതിപാദിക്കുന്നത് ഏത് ജീവജാലങ്ങളെ കുറിച്ചാണ്? സൈഡ്സിന്റെ അനുബന്ധം 1 പ്രതിപാദിക്കുന്നത് ഏത് ജീവജാലങ്ങളെ കുറിച്ചാണ് എന്ന് ചോദിച്ചാൽ വംശനാശ ഭീഷണി വളരെയധികം നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളെയാണ് സൈഡ്സിന്റെ അനുബന്ധം 1 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതേസമയം സൈഡ്സിന്റെ അനുബന്ധം 2 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഏത് തരം ജീവജാലങ്ങളെയാണെന്ന് ചോദിച്ചാൽ അത്രയധികം വംശനാശം സംഭവിക്കാൻ സാധ്യതയില്ലാത്ത, എന്നാൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെയാണ് സൈഡ്സിന്റെ അനുബന്ധം 2 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം വളരെയധികം വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ സൈഡ്സിന്റെ ഏത് അനുബന്ധത്തിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? അനുബന്ധം 1 അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് കടുവ എന്ന് പറയുന്നത് വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. IUCN ചുവന്ന വിവരങ്ങളുടെ പുസ്തകത്തിൽ അത് എൻഡാഞ്ചേർഡ് എന്ന് പറയുന്ന ഏതാണ് സ്റ്റാറ്റസിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എൻഡാഞ്ചേർഡ് എന്ന് പറയുന്ന സ്റ്റാറ്റസിലാണ്. അതുപോലെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ അത് ഷെഡ്യൂൾ 1 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഷെഡ്യൂൾ 1. അപ്പോൾ കടുവ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ്. അപ്പോൾ സൈഡ്സിന്റെ അനുബന്ധം 1 അത് ഉൾക്കൊള്ളുന്നത്. അതുപോലെ ഏഷ്യൻ സിംഹങ്ങൾ വംശനാശം നേരിടുന്ന ജീവി വിഭാഗത്തിൽ വരുന്നതാണ്. നമ്മുടെ ഈ പറഞ്ഞ IUCN സ്റ്റാറ്റസ് പ്രകാരം അത് ഈ പറഞ്ഞ എൻഡാഞ്ചേർഡ് എന്ന് പറയുന്ന സ്പീഷീസിലാണ് വരുന്നത്. അതുപോലെ തന്നെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഷെഡ്യൂൾ 1 വരുന്നു. സൈഡ്സിന്റെ അനുബന്ധത്തിലോ സൈഡ്സിന്റെ അനുബന്ധത്തിലും 1 വരുന്നു. ഇത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ സൈഡ്സിന്റെ അനുബന്ധം 1 പറയുന്നത് വളരെയധികം വംശനാശം സംഭവിക്കുന്ന ജീവജാലങ്ങളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. എന്നാൽ അനുബന്ധം 2 നിലവിൽ വംശനാശ ഭീഷണി ഇല്ലാത്ത എന്നാൽ സംരക്ഷിക്കേണ്ട ജീവജാലങ്ങളെയാണ് അനുബന്ധം 2 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എന്നാൽ സൈഡ്സിന്റെ അനുബന്ധം 3 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഏത് ജീവജാലങ്ങളെയാണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു രാജ്യത്തെങ്കിലും സംരക്ഷിത മൃഗമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ജീവി വല്ലതും ഉണ്ടെങ്കിൽ അത്തരം ജീവികളെയാണ് സൈഡ്സിന്റെ അനുബന്ധം 3 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു രാജ്യത്ത് ലോകത്ത് പൊതുവായിട്ട് ആകണമെന്നില്ല, ഏതെങ്കിലും ഒരു രാജ്യത്ത് സംരക്ഷിത ജീവിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ജീവി ഉണ്ടെങ്കിൽ ആ ജീവിയെയാണ് ഏതിനകത്ത് സൈഡ്സിന്റെ അനുബന്ധം 3 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ സൈഡ്സിന്റെ 1, 2, 3 അനുബന്ധങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഏത് തരം ജീവികളെയാണ് എന്നുള്ളതിനെ കുറിച്ച് കൂട്ടുകാർക്കൊരു ധാരണ വേണം. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞു സൈഡ്സ് അനുബന്ധം 1 വരുന്നത് വളരെയധികം വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെയാണ് എന്ന് പറഞ്ഞു അല്ലെ. നക്ഷത്ര ആമ എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്, നിങ്ങൾക്കറിയാം. നക്ഷത്ര ആമ സൈഡ്സിന്റെ അനുബന്ധം 2 നക്ഷത്ര ആമ എന്ന് പറയുന്ന ജീവികളെ ഉൾക്കൊള്ളിച്ചിരുന്നത് സൈഡ്സിന്റെ അനുബന്ധം 2 അനുബന്ധം 2 ഉൾക്കൊള്ളിച്ചിരുന്ന നക്ഷത്ര ആമകളെ ഇപ്പോൾ ഇന്ത്യയുടെ കർശനമായിട്ടുള്ള ഈ പറഞ്ഞ ഒരു നിർദ്ദേശത്തെ തുടർന്ന് അതിനെ ഇപ്പോൾ സൈഡ്സ് അനുബന്ധം 1 ഉൾക്കൊള്ളിച്ചു. ശരിക്കും നക്ഷത്ര ആമകളെ സൈഡ്സിന്റെ അനുബന്ധം 2 ഉൾക്കൊള്ളിച്ചിരുന്നത്. ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള ആവശ്യപ്രകാരം നക്ഷത്ര ആമകളെ സൈഡ്സിന്റെ അനുബന്ധം 1 ഉൾക്കൊള്ളിച്ചു എന്നുള്ളത് വാർത്തയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള സമ്മർദ്ദത്തെ തുടർന്ന് സൈഡ്സിന്റെ അനുബന്ധം 2 നിന്ന് അനുബന്ധം 1 മാറ്റിയ ജീവി ഏതാണ് എന്ന് ചോദിച്ചാൽ അതേതാണ്? നക്ഷത്ര ആമയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് സൈഡ്സിന്റെ ഒരു സമ്മേളനം, സൈഡ്സിന്റെ 2025 സമ്മേളനം, അതായത് അതിൻ്റെ 20ാമത്തെ സമ്മേളനമാണ്. നമ്മൾ COP20 എന്ന് പറയും. സൈഡ്സിന്റെ 2025 സമ്മേളനം കറണ്ട് അഫയേഴ്സ് കൂടിയാണ്. സൈഡ്സിന്റെ 2025 സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് എന്ന് ചോദിച്ചാൽ അത് സമർഖണ്ഡിൽ വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ടാണ്? സമർഖണ്ഡ് എന്ന് പറയുന്ന അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യമുണ്ട്.
അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യത്തുള്ള ഒരു പട്ടണമാണ് ഏത്? സമർക്കണ്ട്. അപ്പോൾ സൈഡ്സിന്റെ 2025 സമ്മേളനം നടന്നത് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ അത് സമർക്കണ്ടിൽ വെച്ചിട്ടാണ് എന്ന് പറയണം, അസർബൈജാൻ. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് പറയാം. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് താമസിച്ചു വരികയായിരുന്നു, അവിടെ നിന്ന് നിങ്ങൾ ഈ പറഞ്ഞ ഇന്ത്യയിലോട്ട് വരുന്നു, നമ്മുടെ നാട്ടിലോട്ട് വരുന്നു. അപ്പോൾ അവിടെ ഈ പറഞ്ഞ നിങ്ങൾ വളർത്തിയിരുന്ന ജീവജാലങ്ങളെ ചിലപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇതിപ്പോൾ ഈ പറഞ്ഞ ഒരു വിദേശ ജീവിയെയാണ് നിങ്ങളിപ്പോൾ മറ്റൊരു രാജ്യത്തു നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്നാൽ ഇവിടെ ആ ജീവിയെ രജിസ്റ്റർ ചെയ്യണം. ഒരു വിദേശ ജീവിയെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നാൽ അത് സർക്കാർ അറിയണം. അതെന്ത് ചെയ്യണം? നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടൊരു വെബ് പോർട്ടലുണ്ട്. ആ വെബ് പോർട്ടലിന്റെ പേര് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പരിവേഷ്. എന്താണ്? പരിവേഷ്, അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സൈഡ്സ് എന്ന് പറയുന്ന കരാറിനെ കുറിച്ചാണ്. ആദ്യമേ പറഞ്ഞു, സൈഡ്സ് ഒരു കരാറാണ്, സൈഡ്സ് ഒരു സംഘടനയല്ല. അതേസമയം ട്രാഫിക് എന്ന് പറയുന്നത് ഒരു സംഘടനയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള സംഘടന? വന്യജീവികളുടെ വ്യാപാരവും വാണിജ്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സംഘടനയാണ് ട്രാഫിക്. സൈഡ്സ് ഒരു കരാറാണ്, വന്യജീവികളുടെ വ്യാപാരവും വാണിജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കരാറാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. ഞാൻ പറഞ്ഞു, സൈഡ്സിനെ സംബന്ധിച്ചിടത്തോളം ആ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നോക്കുന്നത് UNEP ആണെന്ന് പറഞ്ഞു. അതായത് ഈ പറഞ്ഞ സൈഡ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് UNEP ആണെന്ന് പറഞ്ഞു. അതേസമയം ട്രാഫിക് എന്ന് പറയുന്ന സംഘടനയെ പിന്തുണയ്ക്കുന്നത് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് 2 പരിസ്ഥിതി സംഘടനകളാണ്. ഒന്ന് WWF അല്ലെ, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചർ എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി സംഘടനയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചർ. WWF എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി സംഘടന, IUCN എന്ന് പറയുന്ന പരിസ്ഥിതി സംഘടന. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വേൾഡ് വൈഡ് ഫണ്ട് 1961 സ്ഥാപിക്കപ്പെട്ട ഒരു പരിസ്ഥിതി സംഘടനയാണ് വേൾഡ് വൈഡ് ഫണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡ് ആണെന്നറിയാം. സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡ് ആണ് ഈ പറഞ്ഞ വേൾഡ് വൈഡ് ഫണ്ടിൻ്റെ ആസ്ഥാനം. അതിൻ്റെ ഒരു ലോഗോയുണ്ട്. ആ ലോഗോയിലുള്ള ഈ പറഞ്ഞ ജീവിയാണ് ജയന്റ് പാണ്ട എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. IUCN എന്ന് പറയുന്നത് ഒരു പരിസ്ഥിതി സംഘടനയാണ്. അതായത് പരിസ്ഥിതി സംബന്ധമായ കാര്യങ്ങളിൽ ലോകരാഷ്ട്രങ്ങൾക്ക് ഉപദേശം നൽകുന്ന ഒരു സംഘടനയാണ്, പരിസ്ഥിതി സംഘടനയാണ് IUCN എന്ന് പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആസ്ഥാനം ഈ പറഞ്ഞ സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡ് ആണെന്നും പറഞ്ഞു. വേൾഡ് വൈഡ് ഫണ്ടിൻ്റെ ആസ്ഥാനവും ഗ്ലാൻഡ് ആണ്. അതുപോലെ തന്നെ IUCNൻ്റെ ആസ്ഥാനവും എവിടെയാണ്? ഈ പറഞ്ഞ ഗ്ലാൻഡ് ആണ്. രണ്ടും ഈ പറഞ്ഞ സ്വിറ്റ്സർലാൻഡിൽ സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ്, അല്ലെ? ഈ ട്രാഫിക്കിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ആസ്ഥാനം എവിടെയാണ്? കേംബ്രിഡ്ജ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. ട്രാഫിക്കിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്ന ഒരു പദ്ധതിയുണ്ട്. അതാണ് മൈക്ക് എന്ന് പറയുന്ന പദ്ധതി. ട്രാഫിക് എന്ന് പറയുന്ന അന്താരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്ന ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയാണ് മൈക്ക്. അതൊരു വന്യജീവിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അപ്പം മൈക്ക് എന്ന് പറയുന്ന ട്രാഫിക്കിന്റെ പദ്ധതി പ്രകാരം സംരക്ഷിക്കപ്പെടുന്ന ജീവി ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. അതിൻ്റെ ഉത്തരം എലിഫന്റ് എന്നാണ്, ആന എന്നാണ്. മൈക്ക് എന്ന് പറഞ്ഞാൽ, മൈക്ക് എന്നതിനെ നമ്മൾ വിപുലീകരിച്ചാൽ മോണിറ്ററിംഗ് ഓഫ് ഇല്ലീഗൽ കില്ലിംഗ് ഓഫ് എലിഫന്റ് എന്നാണ്. മോണിറ്ററിംഗ് ഓഫ് ഇല്ലീഗൽ കില്ലിംഗ് ഓഫ് എലിഫന്റ് എന്നുള്ളതാണ് ഏതിൻ്റെ പൂർണ്ണരൂപം? മൈക്കിൻ്റെ പൂർണ്ണരൂപം. അപ്പം മൈക്ക് എന്ന് പറയുന്ന പദ്ധതി, ആനകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതി, അത് നടപ്പിലാക്കുന്ന സംഘടന ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ട്രാഫിക് ആണ്. ട്രാഫിക്, അല്ലെ? മൈക്ക് എന്ന പദ്ധതി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. വേറൊരു ഭാഗമല്ല, നമ്മളിപ്പോൾ പഠിച്ചതുമായി ബന്ധപ്പെട്ടതാണ്. പ്രകൃത്യാലുള്ള പരിസ്ഥിതി സംരക്ഷിക്കാം, പ്രകൃതിയുമായി സമരസപ്പെടുന്ന മനുഷ്യന്റെ ഭാവി സൃഷ്ടിക്കാം, അല്ലെ? പ്രകൃത്യാലുള്ള പരിസ്ഥിതി സംരക്ഷിക്കാം, പ്രകൃതിയുമായി സമരസപ്പെടുന്ന മനുഷ്യന്റെ ഭാവി സൃഷ്ടിക്കാം എന്നുള്ളത് ഒരു പരിസ്ഥിതി സംഘടനയുടെ ആപ്തവാക്യമാണ്. ഏത് പരിസ്ഥിതി സംഘടനയുടെ ആപ്തവാക്യമാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ WWFന്റെ ആപ്തവാക്യമാണ്. പ്രകൃത്യാലുള്ള പരിസ്ഥിതി സംരക്ഷിക്കാം, പ്രകൃതിയുമായി സമരസപ്പെടുന്ന മനുഷ്യന്റെ ഭാവി സൃഷ്ടിക്കാം. ഏതിൻ്റെയാണ്? WWFന്റെ ആപ്തവാക്യമാണ്.
ഇനി അത് കഴിഞ്ഞിട്ട് 2 വർഷം കൂടുന്തോറും ലിവിങ് പ്ലാനറ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്ന പരിസ്ഥിതി സംഘടന ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. അങ്ങനെയാണെങ്കിലും അതിൻ്റെ ഉത്തരം WWF എന്നാണ്. WWF. അപ്പോൾ ലിവിങ് പ്ലാനറ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്ന പരിസ്ഥിതി സംഘടന 2 വർഷം കൂടുന്തോറും ആരെന്ന് ചോദിച്ചാൽ WWF ആണ്. അതുപോലെ തന്നെ ലോകശ്രദ്ധ ആകർഷിച്ച ഒരു ഈ പറഞ്ഞ പ്രചരണ പരിപാടിയുണ്ട്. ആ പ്രചരണ പരിപാടിയാണ് എർത്ത് അവർ അല്ലെ. എർത്ത് അവർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആഗോള താപനം, അതുപോലെ തന്നെ ഈ പറഞ്ഞ കാലാവസ്ഥാ വ്യതിയാനം, അതൊക്കെ കൊണ്ട് ഈ പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ട് ഭൂമിയുടെയൊക്കെ ഊഷ്മാവ് വർദ്ധിച്ചൊക്കെ വരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഭൂമിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എർത്ത് അവർ എന്ന് പറയുന്ന ഒരു പ്രചരണ പരിപാടി ഒരു പരിസ്ഥിതി സംഘടന നിർവഹിച്ചു വരുന്നു. ഏതാണ് ആ സംഘടന എന്ന് ചോദിച്ചാൽ അതും ഏതാണ്? WWF. അപ്പോൾ അതൊക്കെ ഓർത്ത് വെക്കണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. WWF എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കപ്പെട്ടത് 1961 അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു സംഘടന പരിചയപ്പെടണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സംഘടനയാണ് IBCA. പല ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഈ സംഘടനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്. എന്താണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്? ഇന്ത്യ നേതൃത്വം കൊടുത്തുണ്ടാക്കിയ ഒരു സംഘടനയാണ്. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് അല്ലെ. പല ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പൂച്ച വിഭാഗത്തിൽപ്പെടുന്ന 7 വന്യജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യ നേതൃത്വം കൊടുത്തുണ്ടാക്കിയിട്ടുള്ള ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് IBCA അഥവാ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്. ആ 7 ഈ പറഞ്ഞ വന്യജീവികൾ, പൂച്ച വിഭാഗത്തിൽപ്പെടുന്ന 7 വന്യജീവികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതെല്ലാം ജീവികൾ വരും എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും അതിനകത്ത് സിംഹമുണ്ട്, കടുവയുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ചീറ്റയുണ്ട്, ചീറ്റപ്പുലിയുണ്ട് അല്ലെ. സിംഹമുണ്ട്, കടുവയുണ്ട്, ചീറ്റയുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് ചീറ്റപ്പുലി അഥവാ ലിയോപ്പാഡ് എന്ന് പറയും, ചീറ്റപ്പുലിയുണ്ട്, സ്നോ ലിയോപ്പാഡ് അഥവാ ഹിമ ചീറ്റപ്പുലിയുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ജഗ്വാർ ഉണ്ട്, പ്യൂമ എന്നിങ്ങനെ പൂച്ച വിഭാഗത്തിൽപ്പെടുന്ന 7 ജീവികളുടെ സംരക്ഷണത്തിനായിട്ട് ഇന്ത്യ നേതൃത്വം കൊടുത്ത് രൂപീകരിച്ചിരിക്കുന്ന ഒരു സംഘടനയാണ് IBCA. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2025 IBCAയുടെ പ്രഥമ സമ്മേളനം ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. IBCAയുടെ ആസ്ഥാനവും ന്യൂഡൽഹിയാണ് അല്ലെ. WWFന്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡാണ്. അതുപോലെ IUCNന്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡാണ്. അത് പറഞ്ഞതുപോലെ 2025 ഈ പറഞ്ഞ പ്രഥമ സമ്മേളനം നടന്നു. ഏതിൻ്റെ? IBCAയുടെ പ്രഥമ സമ്മേളനം നടന്നു. എവിടെ വെച്ച് നടന്നു? ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. IBCAയുടെ ആസ്ഥാനം എവിടെ തന്നെയാണ്? ന്യൂഡൽഹി തന്നെയാണ്. ശ്രദ്ധിച്ച് വായിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2025 IBCAയുടെ സമ്മേളനം നടന്നപ്പോൾ IBCAയുടെ അധ്യക്ഷനായിട്ട് നിയമിച്ചത് ആരെയാണ് എന്ന് ചോദിച്ചാൽ അത് ഭൂപേന്ദർ യാദവിനെയാണ്. ആരാണ് ഭൂപേന്ദർ യാദവ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് ഭൂപേന്ദ്ര യാദവ്. നമ്മൾ വേറൊരു ക്ലാസ്സിൽ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയെ കുറിച്ച് പറഞ്ഞു. ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി, അതിൻ്റെ അധ്യക്ഷൻ ആരാണ്? അതിൻ്റെ അധ്യക്ഷൻ എപ്പോഴും വനം വകുപ്പ് മന്ത്രിയായിരിക്കുമെന്ന് പറഞ്ഞു അല്ലെ. ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ അധ്യക്ഷൻ എപ്പോഴും വനം വകുപ്പ് മന്ത്രിയായിരിക്കും, കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ദേശീയ വന്യജീവി ബോർഡ് NBWL, ദേശീയ വന്യജീവി ബോർഡിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയായിരിക്കും, പക്ഷെ ഉപാധ്യക്ഷൻ വനം വകുപ്പ് മന്ത്രിയായിരിക്കുമെന്ന് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങളാണ്, ശ്രദ്ധിച്ചു വയ്ക്കണം. IBCAയുടെ 2025 സമ്മേളനം ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. IBCAയുടെ ആസ്ഥാനവും ന്യൂഡൽഹിയാണ്. ഈ സമ്മേളനം നടന്നപ്പോൾ ഈ സമ്മേളനത്തിൽ അധ്യക്ഷനായിട്ട് നിയമിച്ചത് ആരെയാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്, ഭൂപേന്ദർ യാദവിനെയാണ്. ഇനി ഒരു കാര്യം കൂടി അവിടെ ശ്രദ്ധിച്ചു വെച്ചോണം. ഇന്ത്യയുടെ ഈ പുലി തലസ്ഥാനം
ഇന്ത്യയുടെ പുലി തലസ്ഥാനം എന്നറിയപ്പെടുന്ന പട്ടണം ഏതെന്ന് ചോദിച്ചാൽ ബംഗളൂരുവാണ്. ഈ അടുത്ത കാലത്താണ് ബംഗളൂരിന് അങ്ങനെ ഒരു പദവി ലഭിച്ചത്. ഇന്ത്യയുടെ പുലി തലസ്ഥാനം എന്നറിയപ്പെടുന്ന പട്ടണം ബംഗളൂരുവാണ്. അതേസമയം ഇന്ത്യയുടെ കടുവാ തലസ്ഥാനം എന്നറിയപ്പെടുന്ന പട്ടണം നാഗ്പൂരാണ്. അല്ലെ, കടുവാ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മധ്യപ്രദേശ് എന്ന് പറയാൻ അറിയാം. ഏറ്റവും കൂടുതൽ കടുവകൾ എവിടെയാണെന്ന് ചോദിച്ചാലും മധ്യപ്രദേശ് എന്ന് പറയാൻ അറിയാം. ഏറ്റവും കൂടുതൽ കടുവകളുള്ള ദേശീയ പാർക്ക് ഏതെന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ അറിയാം, ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. കടുവാ സംരക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ഏത് ദേശീയ പാർക്കിലാണെന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ അറിയാം, എവിടെയാണ്, ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. അല്ലെ, അതേസമയം ഇന്ത്യയുടെ കടുവ തലസ്ഥാനം എന്നറിയപ്പെടുന്ന പട്ടണം ഏതെന്ന് ചോദിച്ചാൽ അത് നാഗ്പൂർ ആണ്, മഹാരാഷ്ട്ര. നാഗ്പൂർ, മഹാരാഷ്ട്ര. ഇന്ത്യയുടെ പുലി തലസ്ഥാനം ബംഗളൂരു. കണ്ടോ, ബംഗളൂരുവിൽ ഒരു പുലി പതുങ്ങിയിരിക്കുന്നത് കണ്ടോ, ശ്രദ്ധിച്ചോണം. ബംഗളൂരു ഒരു പുലി പതുങ്ങിയിരിപ്പുണ്ട്. അപ്പൊ ബംഗളൂരുവും അതുപോലെ തന്നെ ഈ പറഞ്ഞ നാഗ്പൂരും തിരിഞ്ഞു പോരുത്. അപ്പൊ അത് ശ്രദ്ധിച്ച് വായിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇൻസിറ്റു കൺസർവേഷൻ. കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ സംരക്ഷണമാണ്, അല്ലെ. കൺസർവേഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം സംരക്ഷണമാണ്. ഇൻസിറ്റു കൺസർവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജീവജാലങ്ങളെ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്നതിനെയാണ് നമ്മൾ ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും വന്യജീവികളുമായി ബന്ധപ്പെട്ടതാണ്. വന്യജീവികളെ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്നതിനെ നമ്മൾ പറയും ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയും, അല്ലെ. നിങ്ങൾ കേട്ടിട്ടുണ്ട് ബയോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. ലോകത്ത് ഈ പറഞ്ഞ 8 ബയോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുണ്ട്, അല്ലെ. 8 ബയോളജിക്കൽ ഈ പറഞ്ഞ ഹോട്ട്സ്പോട്ട് ഉണ്ട്. ആ പറഞ്ഞ ഹോട്ട്സ്പോട്ടുകളിൽ ഈ പറഞ്ഞ ഒരെണ്ണമാണ് ഏതെന്ന് പഠിച്ചിട്ടുണ്ട്, പശ്ചിമഘട്ടം എന്ന് പഠിച്ചിട്ടുണ്ട്, അല്ലെ. അപ്പോൾ ഈ പറഞ്ഞ ബയോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതാണ്? ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ്. അങ്ങനെയുള്ള ഈ പറഞ്ഞ സ്ഥലമൊക്കെ സംരക്ഷിത പ്രദേശങ്ങളാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ ജീവജാലങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജീവജാലങ്ങളെ അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംരംഭത്തെ അല്ലെങ്കിൽ ആ പറഞ്ഞ സംവിധാനത്തെ നമുക്ക് വേണമെങ്കിൽ ഇൻസിറ്റു കൺസർവേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ബയോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുമ്പോൾ, ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുമ്പോൾ, ദേശീയ പാർക്കുകൾ എന്ന് പറയുമ്പോൾ, വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുമ്പോൾ അതെല്ലാം ഈ പറഞ്ഞ ഇൻസിറ്റു കൺസർവേഷന് ഉദാഹരണമാണ്, അല്ലെ. ദേശീയ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സംരക്ഷിത വനപ്രദേശമാണ്, അല്ലെ. ഒരു പ്രദേശം സംരക്ഷിത വനപ്രദേശമാക്കുന്നു, പ്രത്യേക പദവി കൊടുത്ത് നിലനിർത്തുന്നു. അങ്ങോട്ട് ഈ പറഞ്ഞ അധികം ആർക്കും കയറി ചെല്ലാനൊന്നും പറ്റാത്ത മനുഷ്യന്റെ ഇടപെടലുകളെല്ലാം പരമാവധി കുറച്ചുകൊണ്ടുള്ള ഒരു സ്ഥലമാക്കി മാറ്റുന്നു. അതുകൊണ്ട് വന്യജീവജാലങ്ങൾക്ക് ഈ പറഞ്ഞ സ്വസ്ഥമോ സ്വൈരവുമായിട്ട് ജീവിക്കാനായിട്ട് പറ്റും. അതാണല്ലോ ഈ പറഞ്ഞ വന്യജീവി സങ്കേതങ്ങൾ, ദേശീയ പാർക്കുകൾ, ബയോസ്ഫിയർ റിസർവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്? ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ്. ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ്. ഓർത്ത് വയ്ക്കണം, കണ്ടൽ വനങ്ങൾ. കണ്ടൽ വനങ്ങൾ എന്ന് പറയുന്നതും ഈ പറഞ്ഞ ഇങ്ങനെയുള്ള ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയാണ്. അതും എന്താണ്? സംരക്ഷിക്കപ്പെടുന്നവയാണ്. കണ്ടൽ വനങ്ങൾ ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ്. കാവുകൾ എന്ന് പറയുന്നത്, അല്ലെ, ഈ പറഞ്ഞ സേക്രഡ് ഗ്രോവ് എന്ന് പറയും നമ്മൾ. സേക്രഡ് ഗ്രോവ് അഥവാ കാവുകൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാവുകൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലാണ് എന്ന് പഠിച്ചിട്ടുണ്ട്, നേരത്തെ പഠിച്ചതാണ്, ഓർക്കുന്നുണ്ടോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാവുകൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാവുകളും കണ്ടൽ വനങ്ങളും എല്ലാം ഇൻസിറ്റു കൺസർവേഷന് ഉദാഹരണമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് ആണ് എക്സിറ്റു കൺസർവേഷൻ. എക്സിറ്റു കൺസർവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വന്യജീവികളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്ത് സംരക്ഷിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എക്സിറ്റു കൺസർവേഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ മൃഗശാല. മൃഗശാല എന്ന് പറയുമ്പോൾ എവിടെയോ കിടക്കുന്ന ജീവിയെ കൊണ്ടുവന്ന് അവിടെ സംരക്ഷിക്കുന്നതാണ്, അല്ലെ. അപ്പോൾ വന്യജീവികളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറ്റി വേറൊരിടത്ത് സംരക്ഷിക്കുമ്പോൾ അതിനെ നമ്മൾ പറയും എക്സിറ്റു കൺസർവേഷൻ. ഇൻസിറ്റു ആകുമ്പോൾ അതിൻ്റെ തനത് ആവാസ വ്യവസ്ഥയെ തന്നെ സംരക്ഷിക്കുന്നു. എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി സംരക്ഷിക്കുന്നു. എക്സിറ്റു കൺസർവേഷൻ. എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ് മൃഗശാല. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സുവോളജിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ ഗാർഡൻ, ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇതൊക്കെ ഈ പറഞ്ഞ എന്താണ്? എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞെട്ടേണ്ട കാര്യമില്ല. വന്യജീവി എന്ന് പറയുമ്പോൾ സസ്യങ്ങളും അതിനകത്ത് വരും, വനസസ്യങ്ങളും അതിനകത്ത് വരും. ബൊട്ടാണിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ ഗാർഡൻ, മൃഗശാല ഇവയൊക്കെ എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ്.
അവിടെ നല്ലൊരു ചോദ്യമാണ്, ഒരാൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ചോദ്യമാണ്. ജീൻ ബാങ്ക് എന്ന് പറയുന്നത് ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണമാണോ എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണമാണോ എന്ന് ചോദിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ തപ്പിപ്പോകും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു വെക്കുക. ജീൻ ബാങ്ക് എന്ന് പറയുന്നത് അതെന്താണ്? എക്സിറ്റു കൺസർവേഷന് ഉദാഹരണമാണ്. ജീൻ ബാങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഈ പറഞ്ഞ ജീവികളുടെ ഈ പറഞ്ഞ ജീനുകളൊക്കെ ശേഖരിച്ചു വെക്കും. ഉടനെ തന്നെ ഈ പറഞ്ഞ പടമായി പോകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വംശം അറ്റുപോകാൻ സാധ്യതയുള്ള ജീവജാലങ്ങളുടെ ഈ പറഞ്ഞ ജീനുകളൊക്കെ നേരത്തെ എടുത്ത് സംരക്ഷിച്ചു വെക്കും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ ജീവി ഇല്ലാതായി പോയി കഴിഞ്ഞാൽ ക്ലോണിങ്ങിലൂടെയോ മറ്റേതെങ്കിലും വിധത്തിൽ ആ ജീവിയെ പുനർ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി മാറ്റിയെടുത്ത് വെക്കുന്നതാണ്. ആ സംവിധാനത്തിനെയാണ് നമ്മൾ ജീൻ ബാങ്ക് എന്ന് പറയുന്നത്. അതും ഒരു തരത്തിൽ എന്താണ്? എക്സിറ്റു കൺസർവേഷന് ഉദാഹരണമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പഠിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അതായത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഒരു സബ് ടോപ്പിക്കാണ്. അതിനകത്ത് ഇനിയും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പലരും ചോദിക്കുന്നു പരീക്ഷയ്ക്ക് മുമ്പ് ഈ ടോപ്പിക് തീർക്കുമോന്ന്. യാതൊരു സംശയവും വേണ്ട, പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഈ ടോപ്പിക്ക് തീർത്തിരിക്കും. അതിനകത്ത് യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ആസ്ഥ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആസ്ഥ പൂർത്തിയാക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇത് കാണാനുള്ളത്. അങ്ങനെ കാണുന്ന നിങ്ങൾ തന്നെ ഈ പറഞ്ഞ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് പ്രസക്തിയാണ് ഈ ക്ലാസ്സിന് ഉള്ളത് എന്ന് സ്വയം ആലോചിക്കുക. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.